ഈ ഫോർഹെഡ് പിഗ്മെൻറ്റേഷൻ പോലെ അടുത്ത് നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിന് ചുറ്റും അല്ലെങ്കിൽ ചുണ്ടിന് താഴെയുള്ള കറുപ്പാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചില ഏരിയാസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് മെയിനായിട്ട് വരുന്നത് ഈ പറഞ്ഞ മൂക്കിന് ചുറ്റും അല്ലെങ്കിൽ ചുണ്ടിന് താഴെ അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ അവിടെ അല്ലെങ്കിൽ ഇയറിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണ് മാലസീസിയ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ഫംഗസ് തന്നെ. അപ്പോൾ ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടിയ ആളുകളിൽ ഈ ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് ഉണ്ടാവും. സോ ഓവർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. നമ്മൾ ഇന്ത്യൻ സ്കിന്നിൽ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുന്നത്. മെലാനിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് പറ്റും, നാച്ചുറലി അവിടെ ഡാർക്കർ കളറായി മാറും. അങ്ങനെയാണ് ഈ ഡാർക്കർ കളർ ഈ ഒരു ഏരിയസിൽ ഉണ്ടാകുന്നത്. ഈ കണ്ടീഷനാണ് സെബോറിക് മെലനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സെബോറിക് മെലനോസിസ് ഉള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ഇവർ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇവർക്ക് ചെയ്യാമെന്ന് പറയാം. അതിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഹാർഷ് കെമിക്കൽസ് ഉള്ള ഫേസ് വാഷസ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യരുത്. സ്ക്രബ്ബ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഫേഷ്യൽ ഓയിലിംഗ് ചെയ്യാൻ പാടില്ല. ഹോട്ട് വാട്ടർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. ഇനി എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൈൽഡ് ക്ലെൻസർ വെച്ചിട്ട് ഡെയിലി ട്വൈസോ അല്ലെങ്കിൽ ത്രൈസോ ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത ഉടനെ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുക. പിന്നെ വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ ത്രൈസോ ആയിട്ട് ഒരു കിറ്റക്കോണസോൾ 1% ഷാമ്പു വെച്ചിട്ട് ഈ ഒരു ഏരിയ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് സെബോറിക് മെലനോസിസ് റിക്കറിംഗ് ആണ് അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ മൈൽഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ക്രീംസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നത്. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഡാൻഡ്രഫ് പോലെ തന്നെ ഈ കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല.